നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, മുരിങ്ങ ഇലയും അതുപോലെ തന്നെ ചക്കക്കുരുവും പിന്നെന്താ പരിപ്പും വെച്ചുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേഗം പോയിട്ട് കണ്ടുവരാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ചക്കക്കുരു എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 8 എണ്ണം അത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ട മുരിങ്ങയിലയാണ്. മുരിങ്ങയില 1 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ് 1 കപ്പോളം. പിന്നെ പരിപ്പ് വേണം, ഒരു 1/2 കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പം പരിപ്പിൻ്റെ വേവിനനുസരിച്ച് വേവ് കുറവുള്ളതാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് മുറിച്ചിടാം. ഇത് ഈ ഒരു പാകത്തിന് മുറിച്ചിട്ടാൽ മതി കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചിടാം. ഇതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകമാണ് നമ്മൾ മുറിച്ചെടുത്തത്. ഇനി നമ്മൾ കുക്കറിലെല്ലാം കൂടെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം പരിപ്പ്, അതുപോലെ തന്നെ ചക്കക്കുരു മുറിച്ചിട്ടത്, പിന്നെ മുരിങ്ങയില ഇത്രയും ചേർത്ത് കൊടുക്കുക. എല്ലാം ഒരുമിച്ചാണ് നമ്മൾ വേവിക്കുന്നത്. പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ 1 കപ്പ് തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് കൊടുത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കണം. ഇതാ അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ അരഞ്ഞാൽ മതി, കുറച്ച് തരിതരിപ്പായിട്ട്, നല്ല പേസ്റ്റ് പോലെ ആവണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാക്കി പരിപ്പും ചക്കക്കുരും അതുപോലെ തന്നെ ഇലയും മുരിങ്ങയിലയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതില്ലേ, ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പരിപ്പൊന്നും വേവുന്ന അതുപോലെ 2 വിസിലൊന്നും അല്ല, അതിൽ കൂടുതൽ എടുക്കുന്നത്. 2 വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 or 3 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെന്തോട്ടെ. കാരണം 3 വേവാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇലകളും ഒക്കെ ഒന്ന് ചേർന്ന് വരണം. പരിപ്പും അതുപോലെ തന്നെ ചക്കക്കുരു നല്ലപോലെ ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ലോണം വെന്തോട്ടെ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ തന്നെ നല്ല കൊഴുപ്പുള്ള പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ചക്കക്കുരുവും അതുപോലെ തന്നെ പരിപ്പും കുറച്ചൊന്ന് നമുക്ക് ഉടച്ചുകൂടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കാം കേട്ടോ നോക്കിയിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഈ സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഒന്നും മനസ്സിലാവുകയില്ല കാരണം ഇലയുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാ തിളയൊക്കെ വന്ന് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി വറുത്തിടാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ ചീൻചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കുക്കറിലാണ്, അതുകൊണ്ട് തന്നെ അത് ഒരുപാട് സമയമൊന്നുമില്ല. ഒന്ന് അരപ്പും അതുപോലെ വേവിച്ചെടുക്കേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കറി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.